അക്രമത്തിന്റെ എതിരെ ലഹരിക്കെതിരെ ഐക്യദാർഢ്യപ്പെടുന്ന മലയാളികൾ അങ്ങോട്ടേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. മിഥില ബാലനുണ്ട് വിശദാംശങ്ങളുമായി. മിഥില, പരിപാടികൾ ആരംഭിക്കാറാകുന്നു. വലിയ കനത്ത വെയിലുണ്ടെങ്കിൽ പോലും അവിടെ ഇരിപ്പിടങ്ങളിലേക്ക് ആളുകൾ എത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മുമ്പ് നൗഷാദുമാരുടെ കൂട്ടായ്മ കണ്ടു. ഒപ്പം ഒരു സ്കൂൾ കുട്ടി അവൻ സൈക്കിൾ ചവിട്ടി വണ്ടൂരിൽ നിന്ന് കോഴിക്കോട് വരെ എത്തി ഈ ലഹരി വിരുദ്ധ മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രതിരോധത്തിന്റെ ഭാഗമാകുന്ന കാഴ്ചയുണ്ട്. അങ്ങേറ്റം ആവേശം ജനിപ്പിക്കുന്ന, നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന, പൊരുതാൻ കേരളത്തിനാകെ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള കാഴ്ചകളും പ്രതികരണങ്ങളുമാണ് അവിടുന്ന് വരുന്നത്. തീർച്ചയായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ട് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഓരോ സംഘടനകൾ SKന്റെ ഈ യാത്രയ്ക്ക് അഭിവാദ്യം അർപ്പിച്ച് പിന്തുണ അർപ്പിച്ച് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. നമുക്കിപ്പോൾ കാണാം, ഇപ്പോൾ ഡെന്റൽ അസോസിയേഷന്റെ ആളുകളാണ് ഇപ്പോൾ കാണുന്നത്. നമ്മൾ പ്ലക്കാർഡൊക്കെ പിടിച്ചിട്ട് അവർ നിൽക്കുന്നുണ്ട്. ജീവിതം നിങ്ങളെ കാത്തിരിക്കുന്നു, ലഹരി ഉപേക്ഷിക്കൂ, അങ്ങനെയൊക്കെയാണ് ഈ പ്ലക്കാർഡിലുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഈ ഒരു യാത്രയെ നിങ്ങൾ കണ്ടത്? ഞങ്ങൾ IDA മലബാർ ബ്രാഞ്ച് വരുന്നവരാണ്. ഇന്ന് ഇവിടെ കേരളത്തിൻ്റെ മണ്ണിൽ രാസലഹരിയുടെ തേരോട്ടത്തിന് എതിരെയായിട്ട് ഇവിടെ കോഴിക്കോട് ബീച്ചിൽ സംഘടിപ്പിച്ച് ഈ ലഹരി പോരാട്ടത്തിനെതിരെ ഞങ്ങൾ പൂർണ്ണ ഭാവുകങ്ങളും ഞങ്ങളുടെ സഹകരണവും നേരുന്നു. മാത്രമല്ല, ഞങ്ങൾക്കിതിൽ അഭിമാനമാണ് തോന്നുന്നത്. ഞങ്ങളും നോ ഡ്രഗ്സ്, നോ ടൊബാക്കോ ആൻഡ് നോ ആൽക്കഹോൾ യൂസിന് എതിരെ തന്നെയാണ് നിൽക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? ശ്രീകണ്ഠൻ സാറിന് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ച് ഞങ്ങളുടെ എല്ലാ സംഘടനയിലെ എല്ലാ ആൾക്കാരെയും നമുക്ക് ഇവിടെ ഒരു മെത്ത് മൗത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാംഫ്ലെറ്റ്സും നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ലഹരിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഓറൽ ക്യാവിറ്റിയിൽ വരുന്ന ചേഞ്ചസിനെ എങ്ങനെ പബ്ലിക്കിനെ അവെയർ ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള പാംഫ്ലെറ്റ്സും കാര്യങ്ങളാണ് നമ്മളിവിടെ ഇതാക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മുടെ ഒരു സ്ട്രീറ്റ് പ്ലേയും കൂടെ ഉണ്ട്. അത് സമയം അനുവദിക്കുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കും. തീർച്ചയായും ഗോകുൽ, ഇതുപോലത്തെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ ലഹരി ഉപയോഗിച്ചാൽ അതുണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങളുള്ള ഒരു ചെറിയൊരു എന്താ പറയുക, നമുക്ക് ലഘുലേഖ അല്ലെങ്കിൽ അത്തരം ഒരു കുറിപ്പ് അവയർനെസ് ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്. ചെറിയൊരു ബോധവൽക്കരണ പാംഫ്ലെറ്റ്സ് ആണ് ഇവ ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് വൈകുന്നേരം തന്നെ IDA മലബാർ ബ്രാഞ്ചിന്റെ ഭാഗമായിട്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ കൂട്ടായ്മകൾ ഇങ്ങോട്ട് എത്തും. ഇപ്പോൾ ലഹരിക്കെതിരെ സ്വന്തമായി കവിത എഴുതിയ ഒരാൾ എനിക്കൊപ്പം ചേരുന്നുണ്ട്. എന്താണ് ഈ കവിത എഴുതാനുണ്ടായ സാഹചര്യം? എന്താണ് നാട്ടിൽ അത്രയും ലഹരിയെ കൊണ്ട് അത്രയും നമ്മളെ ഭാവി തലമുറയാണ് നശിക്കുന്നത്. ചേട്ടന്റെ പേര്? സോമൻ, കോഴിക്കോട്. പറയൂ, എന്താണ്? ലഹരിക്കെതിരെ ഞാൻ കവിത എഴുതിയിട്ടുണ്ട്. രണ്ടുപേര് ചൊല്ലാമോ ആ കവിത? ചേട്ടൻ എഴുതിയതല്ലേ? ഓക്കെ. നാം ഇന്നു വേദനയോടെ കാണുന്നീ കാലം, കണ്ണീരിൻ ജന്മം പോലും പാഴാക്കുന്നീ കാലം, സ്ഥാനമാന ബന്ധങ്ങൾക്കൊരു മൂല്യം നൽകാതെ, പൊന്നോമന മക്കളെ ഗതി പോലും അവനോർത്തു നോക്കാതെ, നീങ്ങിടുന്നവൻ ലഹരിയിലാടാൻ ആനന്ദത്തിൽ ആറാടാൻ, നാം ഇന്നു വേദനയോടെ കാണുന്നീ കാലം. എൻ്റെ അടുത്തൊരു പാട്ട്. തീർച്ചയായും ഇതാണ് ഇദ്ദേഹം സ്വന്തമായിട്ട് എഴുതിയാണ്, ലഹരിക്കെതിരെ എഴുതിയ ഒരു കവിതയാണ്. ആ കവിതയുമായിട്ടാണ് ഈ ഒരു സമാപന സമ്മേളനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതുപോലെ സമൂഹത്തിന്റെ നാനാതുറകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു, നൗഷാദുമാരുടെ കൂട്ടായ്മ എത്തി, ഇപ്പോൾ ഡെന്റൽ അസോസിയേഷൻ എത്തി. ഇതുപോലെ ഒരുപാട് സംഘടനകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച, ജനപിന്തുണ അത് എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. കാരണം ലഹരിക്കെതിരായി അരുത് അക്രമം, അരുത് ലഹരി, ആ സന്ദേശം എത്രത്തോളം കേരളത്തിലെ ജനം ഉൾക്കൊണ്ടു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ജനക്കൂട്ടം. ഗോകുൽ, തീർച്ചയായും 24 ഏറ്റെടുത്ത ആ ക്യാമ്പയിനിൽ ആ മുദ്രാവാക്യം സ്വയം ഏറ്റെടുത്തുകൊണ്ടുവരുന്ന കൂട്ടായ്മകളാണ് നമ്മൾ കാണുന്നത്. അത് ഏറ്റെടുത്തുകൊണ്ടുവരുന്ന മനുഷ്യരെയാണ് കാണുന്നത്. ഏതായാലും ലഹരിക്കെതിരായ പ്രതിരോധത്തിൽ ഓരോരുത്തരും അവരാരാകുന്ന വിധം ഭാഗഭാക്കാവുന്ന കാഴ്ച അതാണ്. ഡെന്റൽ അസോസിയേഷനായാലും ഇപ്പോൾ കണ്ട സോമൻ ചേട്ടനായാലും അങ്ങനെ എല്ലാവരും അവരാൽ കഴിയുന്ന രീതിയിൽ ഈ പ്രതിരോധത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമാകുന്ന കാഴ്ച.